എല്ലാവർക്കും നമസ്കാരം. കഥകൾ ഇഷ്ടപ്പെടാത്തവരാരുമില്ലല്ലോ അല്ലേ? എല്ലാവർക്കും കഥകൾ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ കഥ പറയാം. അതിനു മുമ്പ് എന്നെ പരിചയപ്പെടുത്തണ്ടേ? എൻ്റെ പേര് JK ജയശ്രീ കിഷോർ. ഞാൻ പറയുന്ന കഥ നമ്മുടെ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അറിവും ജ്ഞാനവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഗജാന്തരം വ്യത്യാസമുണ്ട്. കാരണം അറിവെന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പോയി പഠിച്ച് അക്കാഡമിക് ലെവലിൽ മേടിക്കുന്നതാണ് അറിവ്. അതായത് നമ്മൾ ഒരുപാട് ഫിസിക്സോ മാത്തോ എന്തായാലും ഒക്കെ പഠിച്ച് നമ്മൾ സംഭരിക്കുന്നതാണ് അറിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ? എത്രയോ പഠിച്ച ആൾക്കാർ പോലും കടബാധ്യത വന്നു, തൂങ്ങി ചത്തു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അത് എന്തുകൊണ്ടാണ്? അവർക്ക് ജ്ഞാനമില്ല. അതായത് നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് എങ്ങനെ അത് തരണം ചെയ്യണം എന്ന് അറിയില്ല. ഇത് പറയുമ്പോൾ ആരും സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എല്ലാവർക്കും ജ്ഞാനമുണ്ട് അല്ലേ? എല്ലാവരും ഒരു പ്രശ്നം വരുമ്പോൾ എത്ര ഉപദേശിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അല്ലേ? എല്ലാവരും. അപ്പോൾ ജ്ഞാനം ഇല്ല എന്നും പറയാൻ പറ്റില്ല, ജ്ഞാനമുണ്ട്. പക്ഷെ ഇത് എപ്പോഴാണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പല ജ്ഞാനവും നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾക്കത് ചില സന്ദർഭങ്ങളിൽ അത് അല്ലെങ്കിൽ ആവശ്യഘട്ടത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ജ്ഞാനം കൊണ്ട് എന്താ കാര്യം അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ അതിനെക്കുറിച്ചിട്ടാണ്. അതായത് ഒരു കാട്ടിൽ കുറേ കിളികൾ താമസിച്ചിരുന്നു. അതിനടുത്തായിട്ട് ഒരു ആശ്രമത്തിൽ ഒരു തപോവന സ്വാമികളും താമസിച്ചിരുന്നു. ആ സ്വാമികൾക്ക് മൃഗങ്ങളുടെ ഭാഷ അറിയാമായിരുന്നു. എല്ലാം മൃഗങ്ങളായിട്ട് സംസാരിക്കാം. മൃഗങ്ങൾ പറയുന്നത് സ്വാമിക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ദിവസം നോക്കുമെന്നുണ്ട്, ഒരടുത്ത വീട്ടിലെ ഒരു വേടൻ ഇരുന്ന് വല ഇങ്ങനെ ശരിയാക്കുന്നു. അയാൾ ആ വലയുടെ കെട്ടുകളൊക്കെ പൊക്കി ഓട്ടയുള്ള ഭാഗമൊക്കെ തുന്നിക്കൂട്ടി വല ശരിയാക്കുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഓ, ഇത് കാട്ടിലെ കിളികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലകൾ ശരിയാക്കുന്നത്. അത് മനസ്സിലാക്കിയ ഇദ്ദേഹം എന്ത് ചെയ്തു അറിയും? അദ്ദേഹം കാട്ടിൽ ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ വേടൻ വരുന്നു, രക്ഷപ്പെട്ടോളൂ, വേടൻ വരുന്നു, രക്ഷപ്പെട്ടോളൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട കിളികളെല്ലാം തന്നെ അത് പറയാൻ തുടങ്ങി, തിരിച്ച് വിളിച്ചു പറയാൻ തുടങ്ങി. വേടൻ വരുന്നു, രക്ഷപ്പെട്ടോളൂ, വേടൻ വരുന്നു, രക്ഷപ്പെട്ടോളൂ എന്നുള്ളത് കിളികളും ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെ സമാധാനമായി. ഓ, എന്തെങ്കിലും ആവട്ടെ, കിളികൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ കിളികളെല്ലാം തന്നെ രക്ഷപ്പെട്ടോളും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇദ്ദേഹം തിരിച്ച് ആശ്രമത്തിലേക്ക് തന്നെ വന്നു. അങ്ങനെ ആശ്രമത്തിൽ ഇദ്ദേഹം ഇരിക്കുമ്പോണ്ട് വൈകുന്നേരമായപ്പോൾ വേടൻ ഒരു നെറ്റ് നിറയും, ആ വല നിറയും കിളികളെയും കൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇത് കണ്ട ഇദ്ദേഹത്തിന് അത്ഭുതമായി. ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന അത്ഭുതത്തോടു കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വന്നിട്ട് നോക്കുമ്പോൾ എന്താ, ഈ നെറ്റിൽ കിടന്നുകൊണ്ട് തന്നെ കിളികൾ വിളിച്ചു പറയുകയാണ്, വേടൻ വരുന്നു, രക്ഷപ്പെട്ടോളൂ, വേടൻ വരുന്നു, രക്ഷപ്പെട്ടോളൂ. അപ്പോൾ ഇതാണ് ജ്ഞാനം നമ്മൾക്ക് ഉണ്ടായിട്ട് എന്താ കാര്യമല്ലേ? ആ അറിവ് നമ്മൾക്കുണ്ട്, വേടൻ വരും, രക്ഷപ്പെടുക എന്നുള്ള അറിവ് നമ്മളിലുണ്ട്. പക്ഷെ ഇത് നമ്മൾ മറ്റുള്ളവർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ, ഇങ്ങനത്തെ ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറൂ, ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യൂ എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്തുണ്ടാവും? നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മളുടെ വിഷമഘട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനൊരു കാര്യം പകർത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ കൊച്ചു കഥ. ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി അടുത്ത കഥയുമായി ഞാൻ വേറൊരു ദിവസം വരാം. എല്ലാവർക്കും അതുവരെ നമസ്കാരം, നന്ദി.